എൻ്റെ ഒരു സുഹൃത്ത്, ആളെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലും എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചളി വാരി എറയിൽ നിർത്തിക്കൂടെ, നിനക്ക് നിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരോട് നന്നായിക്കൂടെ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ മറ്റൊരാളോട് ശത്രുത എന്തിനാണ് പുലർത്തി നിൽക്കുന്നത്, എല്ലാവരുമായിട്ട് കൂട്ടായിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? അത് എത്ര പേർക്ക് ഉപകാരപ്രദമാവും എന്നുള്ളതും എനിക്കറിയില്ല. ഞാൻ കൊടുത്ത ഉത്തരം മാത്രമാണ്, മിത്രങ്ങൾ 1000 പേരുണ്ടായിട്ട് കാര്യമല്ല, നമുക്കൊരു ശത്രു മതി. നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാട്ടിലും അപ്പുറം നിലയിൽ നമ്മൾ എത്തിപ്പെടാൻ. അത് ഞാനെന്നില്ല, ആര് തന്നെയായാലും 1000 മിത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും നേടിയെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ശത്രു നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരൊറ്റ ശത്രു മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ എന്നുള്ളൊരു കാര്യം ഞാൻ തിരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളായിട്ട് 1000 പേരുണ്ടാകുന്നതിനെക്കാട്ടിലും ഒരേ ഒരു ശത്രുവിനോടുള്ള വാശിയും ദേഷ്യവും നമ്മളെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുമെങ്കിൽ ആ ശത്രുത നല്ലതല്ലേ? ഞാൻ അത്രേ കണക്കാക്കുന്നുള്ളൂ. എൻ്റെ ചുറ്റിലും ഒരുപാട് സ്ത്രീകൾ എനിക്ക് ശത്രുക്കളായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മളെക്കുറിച്ച് പറയണം, പറഞ്ഞ് നമ്മൾ അവർ താഴെ ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്തോളം പറന്നെത്തണം. ആകാശത്തോളം പറന്നെത്തുന്ന സമയത്ത് അവർ ഭൂമിയിൽ നിന്നും ദേ ആ ആളതാ അവിടെ എന്ന് പറയുന്നൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ലേ പറയുക. ഇനി 9ാം ക്ലാസ്സുകാരിയാന്ന് പറഞ്ഞിട്ട് ആരും എടുത്തിട്ടല്ലേ ഗൈസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഉയരങ്ങളിലെത്തും. ഒരു കാര്യം നമ്മുടെ മോഹൻലാൽ പറയുന്നൊരു കാര്യമില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നു. അതേപോലെയാണ് ശത്രുക്കൾ എണ്ണം കൂടുന്തോറും നമ്മുടെ വിജയത്തിൻ്റെ പടികൾ കുറഞ്ഞു വരും. നമ്മൾ 12 പടിയുണ്ട്, 11 ശത്രുക്കളുണ്ട്, പിന്നെ ഒരൊറ്റ പടിയൂടി നമ്മൾ കയറിയാൽ മതി. അത് എന്താണ്, എങ്ങനെയാണ് ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു തളർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് വേഗം ആ ശത്രുവിൻ്റെ ഫേസ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ഏതൊരു വിഷമഘട്ടങ്ങളിൽ നിന്നും നമ്മളത് തരണം ചെയ്തു പോവും. സത്യമായിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ എവിടെയെങ്കിലും തളർന്നു എന്ന് തോന്നുന്ന സമയത്ത് ഒന്നും വേണ്ട ഗൈസ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു സംഭവമാണ്. ഞാൻ കുറച്ച് കാലങ്ങളിൽ ഇനി അറിയാത്തവരോടായിട്ട് ഞാൻ പറയാം, എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് എടുത്ത് നോക്കൂ. ഒന്നരാടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. മൈഗ്രെയിന് എനിക്ക് മൈഗ്രെയിൻ വന്നാൽ എനിക്ക് ഗുളിക കുടിച്ചാലൊന്നും മാറില്ല. എനിക്ക് കാണിക്കുക, ഇഞ്ചക്ഷൻ ചെയ്യുക, ഇതിലേക്കപ്പുറം ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു എനിമി പറഞ്ഞു അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. അപ്പോൾ കുറേ ഇരുന്ന് ഞാൻ ആലോചിച്ചു, ദൈവം എന്നെ ശിക്ഷിക്കുകയാണോ? പിന്നെ വേദന വരുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗുളിക കുടിക്കൽ തുടങ്ങി. അപ്പോൾ അതെനിക്ക് തുടങ്ങി. കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിനേക്കാട്ടിലും അപ്പുറം നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയാറ്. പകുതി മുക്കാലും നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് തരുന്നതല്ല കേട്ടോ, പകുതി മുക്കാലും നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണെന്ന് പറയാം. ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറിൽ ഒരു വിശ്വാസമില്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് നമുക്ക് എടുത്തിട്ട് ഫലമില്ല എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെയാണ്. എനിക്ക് മെഡിസിൻ കൊണ്ട് മാറൂല എന്ന് ഞാൻ സ്വയം ചിന്തിച്ചു കൂട്ടിയ ഒരാളാണ്. ഞാനിപ്പോൾ ഒരു 1.5 വർഷത്തോളം വെറും ഇഞ്ചക്ഷൻ തന്നെയായിരുന്നു. എന്നെ കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ, എന്നോട് പറഞ്ഞു, ജസ്റ്റ് നമ്മൾ കിഡ്നിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എടാ നിൻ്റെ കിഡ്നിക്ക് ഭയങ്കര ബാധിക്കും. ഞാൻ പറഞ്ഞു കിഡ്നി പോവുകയാണെങ്കിൽ പോട്ടെ, എനിക്ക് തലവേദന മാറിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ക്ഷണവുമായിട്ടാണ് പോയത്. എന്നെ കാണും ചോദിച്ചു എന്തുവാ തലവേദനയാണോ? ഞാൻ പറഞ്ഞു ഡോക്ടർ ഇപ്പം എനിക്ക് തലവേദനയൊന്നുമില്ല, ഞാൻ വന്നാലും കാണിക്കാറില്ല.
അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടറോട് തിരുത്തി പറഞ്ഞു. ഡോക്ടർ എന്നെ ചിരിക്കുക ചെയ്യുന്നത്, നിനക്ക് തലവേദന ഇല്ലയോ എന്ന് ചോദിച്ചിട്ട്. അപ്പം അത്രമേൽ എന്താ പറയുക, ഞാനിതിനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിന്നൊക്കെ റിക്കവറായി പോന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ശത്രു ഉണ്ടായാൽ മതി. എനിക്ക് ആദ്യം ഒരു ശത്രു ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫ് തന്നെ തോലച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയോട് എനിക്ക് ഭയങ്കരമായിട്ട് വാശിയുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കൂല, ജീവിച്ച് കാണിക്കുമെന്ന്. അന്നൊരു പാട്ടഡ്യൂറോയോ ഫാസിനോയോ ഒക്കെ കൊണ്ടുകൊണ്ട് നടന്ന ഞാൻ പിന്നീട് എന്താ പറയുക, 4 വീലർ എടുക്കുന്നു, ഹെവി വെഹിക്കിൾ എടുക്കുന്നു, എന്താ പറയുക, തടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ ഞാൻ ഇൻസൾട്ടായൊരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വാപ്പ മെലിഞ്ഞൊരാളാണ്. എൻ്റെ 2 സഹോദരിമാരും ആനക്കുട്ടികളായിരുന്നു. എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തികളും മാമിയും ഒക്കെ ആനക്കുട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഈ മെലിഞ്ഞ് നിൽക്കുന്ന സമയം കൊണ്ട് എന്നോട്, അയ്യോ സോഫിയേ, നീ ഇവക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ല, എനിക്ക് എന്ന് ചൊല്ലും ഞാൻ. എനിക്ക് കഴിക്കാൻ തരലുണ്ടല്ലോ, പക്ഷെ തടിക്കാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ എന്തോ ഏതോ ഇതിന് നന്ദി പറയേണ്ടത് മറ്റാരോടും അല്ല കേട്ടോ, എൻ്റെ എനിമിനോട് തന്നെയാണ്. കാരണം ഞാൻ തടിച്ചത് ഫുഡ് കഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഗൈസ്. പക്ഷെ എന്തായാലും ഞാൻ തടിച്ചല്ല, എനിക്ക് അത് മതി എന്നുള്ളൊരു ചിന്താഗതിയില്ല. ഇപ്പം എനിക്ക് ഡ്രസ്സുകളൊക്കെ പറ്റാതാകുന്ന സമയത്തും ഞാൻ ഇവിടുന്ന് പറയും, ഇവിടെ തടിച്ചതിന് ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നില്ല. എന്നോട് ജിമ്മിൽ പോകാൻ എല്ലാവരും പറയും, പക്ഷെ ഞാൻ പോകില്ല. എൻ്റെ ബ്രദറുണ്ട്, അവൻ കാണുമ്പോഴേക്ക് പറയും, മോളെ ജിമ്മിൽ പോട്ടോ, ഇങ്ങനെ തടിച്ചാൽ ശരിയാവില്ലേ. പക്ഷെ ഞാൻ ഇന്നലെയും കൂടി അരുണിനോട് പറഞ്ഞുകൊണ്ട്, അരുണേ, ഞാൻ തടിച്ചിട്ടല്ലേ കാണാൻ ഭംഗിയുള്ളത്, പിന്നെ എന്തിനാണ് ഞാൻ ജിമ്മിൽ പോയിട്ട് എൻ്റെ ശരീരം മെലിച്ചെടുക്കുന്നത്, ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. ഇന്ന് കൂടി അരുണിൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ജിസ്ത നിങ്ങൾക്ക് ഫീലാവില്ലേ, ഞാനൊരു കാര്യം പറയാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഒന്ന് ജിമ്മിൽ പോയി 1 മാസം ഒന്ന് പോയാൽ മതി, അടിപൊളി ലുക്കാണ്. ഞാൻ പോകും, ഞാൻ അവളോടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തരുന്നുണ്ട്, ഞാൻ പോവില്ല. കാരണം അത്രമേൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത്, അത്രമേൽ ഞാൻ തടിക്കാൻ ആഗ്രഹിച്ച്. അപ്പം ഡോക്ടർ പറഞ്ഞ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുന്നതുകൊണ്ടാണ് തടിക്കുന്നത്. പക്ഷേ എക്സസൈസോ അല്ലെങ്കിൽ എനിക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ കിടത്തം തന്നെയായിരുന്നു പരിപാടി. പക്ഷെ എന്നോട് പറഞ്ഞാൽ എല്ലാത്തിലും ആക്റ്റീവായി എന്നാൽ ശരീരത്തിന് അത് പിടിക്കില്ല എന്നാണ്. എന്നതിന് ശേഷം ഞാൻ എല്ലാത്തിലും ആക്റ്റീവായി തുടങ്ങിയപ്പം ആ ഒരു നോർമൽ ഇതിൽ പോകുക. എനിക്ക് ആദ്യമൊന്നും ചുരിദാർ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സുകളൊന്നും പറ്റാതെ ഞാൻ വീതി കൂട്ടിയിട്ട സാഹചര്യം. പക്ഷേ ഇപ്പം ഇന്നലെ മിനിയാന്നൊക്കെ ഞാൻ പഴയ ഡ്രസ്സ് എടുത്തിട്ട് എനിക്ക് കംഫർട്ടാണ്. കാരണം എന്തായാലും കുറച്ച് ലൂസിലാണല്ലോ പൊതുവെ ആദ്യം എടുക്കുക. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നീട്ടിപ്പോയി. എങ്ങനെയുണ്ട് ഗൈസ് കണ്ണെഴുതിയത്? 700 രൂപ കൊടുത്തിട്ട് വാങ്ങിയ കൺമശിയാണ് ഗൈസ്, അതും 50 മില്ലി എങ്ങാനും. ഞാൻ വിചാരിക്കുകയാണേ, ഞാൻ ഈ ആകെ മേക്കപ്പ് എന്ന് പറയുന്നൊരു സംഭവം കണ്ണെഴുതും ലിപ്സ്റ്റിക് ഇടും, അല്ലാതെ മുഖത്തൊരു സാധനവും ഇല്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണ് മനസ്സിലാക്കി തരിക? അതിന് പറ്റിയൊരു ക്ലോത്ത് എന്തുവാ ഇല്ല. ഞാൻ തുടച്ച് കാണിച്ചു തരാം. ഒരു സംഭവങ്ങളും എൻ്റെ ഫേസിൽ ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കും, ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്തത് എനിക്ക് മാത്രമായിരിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം മുഖത്തൊട്ടരുത്തിയിട്ട് വേദന. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇതെടുക്കാൻ പോയിട്ടുണ്ട്, ലിപ്സ്റ്റിക്കും കൺമഷി എടുക്കാൻ പോയപ്പം ആ പിള്ളേർക്കൊക്കെ മനസ്സിലായി കേട്ടോ ഞാൻ ജസ്ന സലീമാണ് എന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ചു, ഫൗണ്ടേഷൻ ഏതാ യൂസ് ചെയ്യൽ, അതൊന്നും എടുത്തോളി തന്നെ. ഞാൻ പറഞ്ഞ, മോളെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യില്ല. പിന്നെന്താ പ്രൈമറോ എന്തൊക്കെ നിൻ്റെ പേര് പറഞ്ഞു. ഞാൻ പൊന്നാര മോളെ, കൺമഷി യൂസ് ചെയ്യും, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, അതിലേക്കപ്പുറം എനിക്കിതിൻ്റെ പേര് പോലും അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഐ ഷാഡോ ഒക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്ന കൺമഷി നല്ല രസമല്ലേ. ഞാനങ്ങനെ കോസ്റ്റ്ലി സാധനങ്ങളൊന്നും മേടിക്കാത്ത ഒരാളാണ്. പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അവൾക്ക് പുറത്തുനിന്നൊരു സാധനങ്ങൾ മേടിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഒക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ അവിടെ നിന്ന് അയച്ചു തരുന്നതാണല്ലോ. പക്ഷേ
എന്തോ ഇക്കാക്ക് ഇപ്പം സ്ഥലം മാറിയതുകൊണ്ട് ഇക്കാക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ഇത്രയും. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺമഷി വാങ്ങിയിട്ട് ഇതേപോലെ, ഇതല്ല കേട്ടോ, മറ്റേ പെന്ന് ടൈപ്പില്ലേ, സ്കെച്ച് പോലത്തെ, അങ്ങനത്തെ ഒരു കൺമഷി വാങ്ങിയിട്ട് ഗൈസ് ഞാൻ എൻ്റെ കാറിൽ, പൊതുവേ വീട്ടിൽ ലിപ്സ്റ്റിക്കോ കൺമഷി ഇട്ടാൽ നേരെ കാറിൽ വെക്കും. കാരണം നമ്മൾ എവിടെയോ ലോങ്ങൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് ഒന്ന് ടച്ച് ചെയ്യണ്ടല്ലേ. അപ്പോൾ എൻ്റെ മകളും എൻ്റെ സിസ്റ്ററുടെ മകളോടും വലിയ കാറിൽ കുത്തിരുന്ന് നല്ല അസലായിട്ട് കണ്ണൊക്കെ എഴുതി ഈ മൂടി അമർത്താതെ അതിൽ വെച്ചു. ഞാൻ കാറിട്ട് പോകുമ്പോൾ AC ഇട്ട് പോയി. അതോടുകൂടെ പോയി. പിന്നീട് ഞാൻ അങ്ങനെ മേടിക്കാൻ പോയിട്ടില്ല. പിന്നെ മേടിച്ചാലും എനിക്ക് അവളെ പേടിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കൺമഷി കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ്. നിങ്ങൾക്ക് മിത്രങ്ങളുണ്ടാക്കുന്നതിനെക്കാട്ടിലും ശത്രുക്കളുണ്ടാക്കി നിങ്ങൾക്ക് വിജയം കണ്ടെത്തും. നമുക്ക് എത്രത്തോമേൽ, എനിക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാൻ എപ്പോഴെങ്കിലും സങ്കടം പറഞ്ഞിട്ടുണ്ടോ ഗൈസ്, എനിക്ക് ഇത്രമേൽ ശത്രുക്കളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും എത്തുമ്പോൾ നമുക്ക് ശത്രുക്കളുണ്ടാവുള്ളൂ, അല്ലാത്തപ്പോൾ നമ്മൾ ആരും അല്ലടി. അപ്പോൾ ശത്രുക്കളോടൊക്കെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ താഴെ കുത്തിരിഞ്ഞ് എന്നെ കുറ്റം പറയുമ്പം ഞാൻ ആകാശത്തോളം പറന്നെത്തുന്ന നിമിഷങ്ങൾക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മണിക്കൂറുകളേ ഉള്ളൂ അതിന്. പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ജസ്ന സലീം മതമില്ലാത്ത മനുഷ്യനാണെന്ന്, വെറും ഒരു മനുഷ്യനാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ജസ്ന സലീം എന്ന് പറയുന്നത് എനിക്ക് മതമില്ല എന്നുള്ള ഒഫീഷ്യലി പറയാനും പോവുകയാണ്. ഓക്കെ. അപ്പം ഞാൻ മുസ്ലിമാണോ, ഞാൻ ഹിന്ദു ആണോ, ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ച് വരുന്ന ആൾക്കാർക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം.